അപ്പം നിങ്ങൾ ചോദിച്ചിരുന്ന ഇഗ്നോയിലെ മാസ്റ്റർ ഡിഗ്രിയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമേ. അപ്പോൾ MSc നമുക്ക് 2 കോഴ്സുകൾ ചെയ്യാം. ഒന്ന് പ്യുവർ കെമിസ്ട്രിയും ഒന്ന് അനലിറ്റിക്കൽ കെമിസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. കോഴ്സ് കോഡ് നിങ്ങൾ നോക്കാം. പ്യുവർ കെമിസ്ട്രിയാണ് MSc കെം എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അനലിറ്റിക്കൽ കെമിസ്ട്രി ആണ് വേണ്ടതെങ്കിൽ MSc ക്യാൻ കെം എന്ന് കാണും. അതിൻ്റെ അകത്തൊരു CAN കാണും. അത് നോക്കിയിട്ട് വേണം കോഴ്സ് ടൈറ്റിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ. ഇനി അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് 23,300 രൂപയാണ് അനലിറ്റിക്കൽ കെമിസ്ട്രിക്കും, 20,200 രൂപയാണ് MSc കെമിസ്ട്രിക്കും വരുന്നത്. പിന്നെ ട്രിവാൻഡ്രം മാറിവാനീസാണ് രണ്ടിടത്തും നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കാൻ. അപ്പം MSc കെമിസ്ട്രിക്കും അനലിറ്റിക്കൽ കെമിസ്ട്രിക്കും കൂടെ 2 വർഷത്തേക്ക് നമുക്ക് ഈ ഒരു തുകയാണ് വരുന്നത്. ഒന്ന് 40,400ഉം 46,600ഉം. നമ്മുടെ ഈ കോളേജിൽ ഡിഗ്രി മുതൽ PhD വരെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. UGC അംഗീകൃത കോഴ്സാണ് നമ്മുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ഡിക്ലറേഷനാണ് ഈ കണ്ടത്. ഈ ബുക്കുകളാണ് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വരുന്നത്. 11, 12, 13 പിന്നെ 15 എന്ന് പറയുന്നത് നമുക്ക് ഇലക്റ്റീവ് കോഴ്സാണ്. ബയോളജിയോ മാത്സോ എടുക്കാവുന്നതാണ്. പിന്നെ 3 പ്രാക്ടിക്കലും. അപ്പോൾ ഒരു സെമ്മിൽ ഒരു ബുക്കിന് തന്നെ ഇപ്പോൾ ഇനോർഗാനിക് എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ 2 വോളിയം കാണും. പുസ്തകം പല ബ്ലോക്കുകളായിട്ടായിരിക്കും തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ 16 മുതലാണ് പല പുസ്തകത്തിനകത്തെയും നമ്പേഴ്സ് വരുന്നത്. ഇഷ്ടം പോലെ കണ്ടൻറ്റ് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പുസ്തകം പ്രിപ്പയർ ചെയ്തേക്കുന്നത് കൂടുതലും IIT പ്രൊഫസേഴ്സൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും ഇത്രയും കണ്ടൻറ്റെന്ന് ഞാൻ വിചാരിക്കുന്നു. പഠിക്കാൻ പ്രയാസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയാസമാണ്. കാരണം ഞാനാണെങ്കിൽ ഒരു നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് 10 വർഷം ഗ്യാപ്പ് എന്ന് പറയുമ്പം ഇറ്റ്സ് എ ലോങ് പീരീഡ്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട്. 3ാമത്തെ എലിമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ പോലും എനിക്ക് ശരിക്കും അറിയില്ല. ആ ഒരു സ്റ്റേജിലാണ് ഞാൻ MSc കെമിസ്ട്രിക്ക് എടുത്തു ചാടുന്നത്. പക്ഷേ എൻ്റെ ഒരു ഡ്രീമായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്യണം എന്നുള്ളത്. പലരുടെയും ഡ്രീമാണ്. എനിക്ക് കമൻറ്റിൽ പോലും വന്നിട്ടുണ്ട് എനിക്ക് കെമിസ്ട്രി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുള്ള ആളുകൾ. അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോവുക. നമ്മൾ വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോവുകയേ ചെയ്യത്തുള്ളൂ. ഞാൻ എത്രയോ നാൾ നോക്കിക്കൊണ്ടിരുന്നതെന്നറിയാം ഒരു കോഴ്സ് എവിടെ കിട്ടും. അപ്പോൾ ഇഗ്നോയിൽ എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കിട്ടുന്നൊരു മറ്റ് രാജ്യങ്ങളിൽ പോലും അതിന് കിട്ടുന്നൊരു പ്രാധാന്യമാണ്. 51 രാജ്യങ്ങളോളം ഇഗ്നോയുടെ ഈ കോഴ്സിന് വാലിഡിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ PSC അപ്രൂവഡാണ്. ആ ഡിക്ലറേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. ഈ കാണുന്നതാണ് എൻ്റെ സെക്കൻഡ് സെമ്മിൽ ഇതുവരെ വന്നിട്ടുള്ള പുസ്തകങ്ങൾ. ഒന്ന് ഗ്രീൻ കെമിസ്ട്രി. ഇനി പുസ്തകങ്ങൾ വരാനുണ്ട്. ബാക്കി 3 പ്രാക്ടിക്കൽ എനിക്ക് വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. പറഞ്ഞു വരുമ്പം ഒരു വർഷം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ 2ാമത്തെ വർഷ വിദ്യാർത്ഥികളാകുകയാണ്. എന്നിട്ട് പോലും സെക്കൻഡ് സെമ്മിലെ പുസ്തകങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. മുഴുവൻ പുസ്തകങ്ങളും. അങ്ങനത്തെ ഒരു കാലതാമസമൊക്കെ ഉണ്ട്. പുസ്തകങ്ങൾ മുഴുവൻ നമുക്ക് പോസ്റ്റലായിട്ട് അവർ അയച്ചു തരികയാണ് ചെയ്യുക. ഈ കോഴ്സിൻ്റെ ബയോളജി കുറച്ച് പാടൊന്നുമില്ല, മനസ്സിലാകുന്നതാണ്. നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഓർത്തെടുത്താൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കുറച്ചുകൂടെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ +1 +2 ട്യൂഷൻ എടുക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാകും. ബേസിക് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് പഠിക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് നല്ല ബെനിഫിറ്റ് ആയിരിക്കും നമുക്കെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി പ്രാക്ടിക്കലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ സെമ്മിലും നമുക്ക് പ്രാക്ടിക്കലുണ്ട്. തിയറി പേപ്പറിനനുസരിച്ചായിരിക്കും പ്രാക്ടിക്കൽ. ഇപ്പോൾ ഇനോർഗാനിക് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കലും കാണും. അങ്ങനെ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് 3 പ്രാക്ടിക്കൽ. അവിടെ സ്റ്റേ ചെയ്തായിരിക്കണം പ്രാക്ടിക്കൽ ചെയ്യേണ്ടി വരിക. ഞങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞത് ഞങ്ങൾക്ക് മുമ്പത്തെ ബാച്ച് എന്ന് പറയുന്നത് 2 സെമ്മൂടെ ഒന്നിച്ച് എഴുതുമായിരുന്നു. ഏകദേശം 14 ദിവസത്തോളം അവിടെ സ്റ്റേ ചെയ്താണ് പ്രാക്ടിക്കൽ പ്ലസ് എക്സാമിനേഷനാണ് വരുന്നത്. ഇത് 2 കൂടെ കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ്. ഞങ്ങളുടെ ബാച്ചിൽ കുറച്ച് പേര് സെം വൈസ് തന്നെ നമുക്ക് എക്സാം എഴുതി പ്രാക്ടിക്കൽ ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 വീക്ക് ലീവ് മതിയല്ലോ അത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന അനുസരിച്ചായിരിക്കും ലാബിൻ്റെ പീരീഡ് വരുന്നത്. ജനുവരിയിൽ എടുത്തവർക്കാണെങ്കിൽ വെക്കേഷൻ ടൈമിലായിരിക്കും വരുന്നത്. അതായത് ഏപ്രിൽ മെയ് ആ ഒരു ടൈമിലായിരിക്കും. അവരെ സംബന്ധിച്ചോളം 2 ആഴ്ച ഒന്നിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമല്ല. നമ്മൾ ജൂൺ സെക്ഷൻ ആയതുകൊണ്ട് ആഗസ്റ്റ് ആ ഒരു സമയത്തായിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ 2 വീക്സ് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സെം വൈസ് എക്സാം എഴുതാനാണ് തീരുമാനിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ക്ലാസ്സുകളുടെ എണ്ണം
ഞങ്ങൾ ജൂണിൽ അഡ്മിഷൻ എടുത്തിട്ട് ഈ മെയ് അവസാനമായപ്പോഴാണ് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നതും 2 വീക്സോളം ക്ലാസ് ഉണ്ടാകുന്നതും. ആ ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സുകളൊന്നും നമുക്ക് പറഞ്ഞ് കിട്ടിയിട്ടുമില്ല. ഏകദേശം ഒരു ചാപ്റ്റർ, അര ചാപ്റ്ററൊക്കെ വെച്ച് തീർത്തു. അതിനുശേഷം നമുക്ക് വേറൊന്നും അപ്ഡേറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. ഇനി ക്ലാസ് ഉണ്ടാകുമോയെന്ന് അറിയില്ല. അതാണ് വേറൊരു വിഷമം. ചിലപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരിക്കാം. ഇത് നമ്മൾ തുടക്കക്കാരായതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രിക്കും ഈ പോർഷൻസ് തന്നെയാണ്, അതായത് ഈ പുസ്തകങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഇനോർഗാനിക്കും ഫിസിക്കലും ഓർഗാനിക്കും എല്ലാം സെയിം ടെക്സ്റ്റാണ്. പ്യുവറിനായാലും അനലിറ്റിക്കനായാലും. അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ അവർ തരും, നിങ്ങൾക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽസ് വേണമെന്ന്. ഒരിക്കലും നിങ്ങൾ PDF ചൂസ് ചെയ്ത് പ്രിൻറ്റഡ് തന്നെ ചൂസ് ചെയ്യുക. PDF വെച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. അടുത്തത് നമുക്ക് അവരൊരു ഇൻഡക്ഷൻ മീറ്റിങ്ങിൻ്റെ ഒരു മെയിൽ അയക്കും. അപ്പോൾ ഇന്ന ദിവസം നമുക്ക് ഫേസ്ബുക്കിനകത്തൂടെ ഒരു ലൈവ് മീറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു സമയത്ത് ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പം ഫേസ്ബുക്കിൽ ഞങ്ങൾ മെസ്സേജ് അയച്ചാണ് ഞങ്ങൾ കുറച്ച് പേര് പരിചയപ്പെടുന്നതും ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും എന്തുവാ ശരിക്കും കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ കോളേജിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇൻഡക്ഷൻ മീറ്റിംഗ് വെക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആരെങ്കിലും ഈ വർഷം MSc കെമിസ്ട്രി അറ്റൻഡ് ചെയ്തവരുണ്ട്, അപ്പോൾ ഏതെങ്കിലും റിപ്ലൈ നിങ്ങൾക്ക് വരും. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ഒരാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ലിങ്ക് ഷെയർ ചെയ്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുക. അല്ലാതെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി വരാനാകുമ്പോഴത്തേക്കും നമുക്ക് എക്സാമിൻ്റെ സമയമാകും. ഞാനിപ്പം ജൂണിൽ എനിക്ക് ജൂലൈ 15 എനിക്ക് എക്സാമാണ്. അപ്പം ഈ ഒരു മാസം മുമ്പാണ് നമുക്ക് ക്ലാസ് കിട്ടിയതെന്നുള്ളതാണ്. ഇതുവരെ ബാക്കി കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ഗ്രൂപ്പ് ഉണ്ടാകുന്നതൊക്കെ. അപ്പം പരസ്പരം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഒരേ ഒരു കാര്യം. വേറെ ബാക്കി കാര്യം എക്സാം കഴിഞ്ഞാലേ എനിക്ക് പറയാൻ പറ്റൂ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളിൽ പലർക്കും സംശയമുണ്ട് പാസ്സാകുമോ എന്നുള്ള കാര്യം. കാരണം ഒത്തിരി കണ്ടൻ്റ് ഉണ്ടല്ലോ. പക്ഷേ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പം വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോഴല്ലേ അറിയൂ എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അതിൻ്റെ കാര്യം ഞാൻ എക്സാം കഴിയുമ്പോൾ പറയാവുന്നതാണേ. ഇപ്പം അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോ ചെയ്തത്. ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേറെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമുക്കതൊരു വേറൊരു വീഡിയോ ആക്കാം. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറയാവുന്നതാണ് അപ്പോൾ തന്നെ. പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ അക്ഷയ സെൻറ്ററിലോ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററിലോ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അഡ്മിഷൻ എടുത്തത് മൊബൈൽ ഫോൺ യൂസ് ചെയ്താണ്. നമ്മൾ ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ്സിനനുസരിച്ചുള്ള ഫോട്ടോസും നമ്മുടെ സർട്ടിഫിക്കറ്റും ഒക്കെ സ്കാൻ ചെയ്ത് വെച്ചേക്കുക. അതിനുശേഷം അഡ്മിഷൻ എടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ GPay വഴി നമുക്ക് പേ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നടന്നോളും കേട്ടോ. നമ്മൾ വളരെ സിമ്പിളാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. പിന്നെ എല്ലാ സെമ്മിലും നമുക്ക് അസൈൻമെൻറ്റ്സ് വെക്കണം കേട്ടോ. അത് ക്വസ്റ്റ്യൻസ് വെബ്സൈറ്റിൽ വരും. അപ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് പോസ്റ്റൽ വഴി അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാം. മാക്സിമം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അഡ്മിഷൻ എടുക്കുക.